നമസ്കാരം. റാഫ്റ്റ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തോടുകൂടി ലീഗ് ഘട്ടം അവസാനിപ്പിച്ചിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാൻ വുക്കുമനോവിച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് പോസിറ്റീവായിട്ട് ഈ ഒരു ഘട്ടം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളിതാ പോസിറ്റീവായിട്ട് തന്നെ അത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഹൈദരാബാദ് FC-ക്കെതിരെ കിടിലൻ വിജയം നേടിയിരിക്കുന്നു. 1-3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുഹമ്മദ് ഐമനും ഡെയ്സുക്കെ സഖായും നിഹാൽ സുധീഷുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഹൈദരാബാദിൻ്റെ ആശ്വാസ ഗോൾ ജാവോ വിക്ടറുടെ വകയായിരുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഐമനും ഇഷാൻ പണ്ഡിതയും ഡെയ്സുക്കെ സഖായും ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കളിയുടെ 34-ാമത്തെ മിനിറ്റിലാണ് ഐമൻ്റെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 51-ാമത്തെ മിനിറ്റിൽ ഡെയ്സുക്കെ സഖായിയുടെ ഗോൾ വന്നു. തുടർന്ന് 81-ാമത്തെ മിനിറ്റിൽ നിഹാൽ സുധീഷ് കൂടി ഗോളടിച്ചതോടെ ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പാക്കിയിരുന്നു. കളിയുടെ അവസാനത്തിൽ 88-ാമത്തെ മിനിറ്റിൽ അലക്സ് അജി ഹെഡ് ചെയ്തിട്ട് കൊടുത്ത പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടാണ് ജാവോ വിക്ടർ ഹൈദരാബാദിൻ്റെ ആശ്വാസ ഗോൾ കണ്ടെത്തിയത്. ഏതായാലും 3-1 വിജയിച്ചതോടുകൂടി ISL-ൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 5-ാം സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നു. ഇനി പ്ലേ ഓഫിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്